ഡോക്ടർ പോയി കഴിഞ്ഞതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ഛർദ്ദിക്കാൻ തുടങ്ങി. എൻ്റെ മോൻ ബ്ലഡ് ഛർദ്ദിക്കാൻ തുടങ്ങി. 2-3 ബേസിന് നിറയാണ് ബ്ലഡ് പോകുന്നുണ്ടായത്. മോനെ വിളിക്കാൻ പോയി നോക്കുമ്പോഴത്തേക്ക് എൻ്റെ മോൻ തണുത്ത് വിറച്ചിട്ടുണ്ടായി, തണുത്ത് മരവിച്ചതുപോലെ ഉണ്ടായി. എന്നിട്ട് എൻ്റെ മോനെ കൊല്ലുന്ന പോലെ ആക്കി കളഞ്ഞവർ. എൻ്റെ മകൻ സൂരജിത്തിനെ അവർ കൊന്നത്. ഈ അമ്മയുടെ വാക്കുകൾ കേട്ടാൽ ആരുടെയും ഹൃദയം തകർന്നു പോകും. നെഞ്ച് പൊടിയുന്ന വാക്കുകളാണ് ഈ അമ്മയുടെ വായിൽ നിന്ന് വരുന്നത്. അതായത് കണ്ണൂരിൽ പഠിക്കുന്ന സൂരജിത്ത് എന്ന് പറയുന്ന +1 പഠിക്കുന്ന വിദ്യാർത്ഥി ചെറുതായിട്ട് തൊണ്ടയിൽ ഒരു ചെറിയൊരു ഇൻഫെക്ഷൻ എന്നുള്ള രീതിയിൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ചെറിയൊരു ഓപ്പറേഷനാണ്. ഇന്ന് രാവിലെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് തിരിച്ചു വരാം എന്ന രീതിയിൽ ചെറിയൊരു ഓപ്പറേഷനാണ്. അവൻ വളരെ സന്തോഷത്തോടു കൂടി കുറെ ഫോട്ടോസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ ആ അമ്മയുടെ സങ്കടം കാണുമ്പോൾ നമുക്ക് ഒരുപാട് നെഞ്ചു പൊട്ടി പോകുന്ന ഒരു വേദന നമുക്ക് ഉണ്ടാവും. ആർക്കായാലും ഫോട്ടോസ് ഒക്കെ എടുക്കുന്നു, കയറുന്നു, ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു. അതിനുശേഷം അവൻ ഛർദ്ദിക്കുന്നു, രക്തം ഛർദ്ദിക്കുന്നു. അതായത് 2 ബേസിൽ നിറയമാണ് ഈ രക്തം ഛർദ്ദിച്ചതെന്ന് അവർ പറയുന്നത്. അതിനുശേഷം ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാണ്, മറ്റൊന്നുമല്ല, ഇത് ഈ അകത്തുള്ള രക്തം പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ്, ഇത് വേറെ നിങ്ങൾ പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യുന്നു. അതിനുശേഷം രാവിലെയൊക്കെ ഉടനീളം അവർ ഛർദ്ദിക്കുന്നു, ഉടനീളം ബ്ലഡ് ഛർദ്ദിക്കുന്നു. ഇവര് എന്ത് ചെയ്യുന്നുണ്ട്, ഐസ് വെള്ളം കൊടുക്കുന്നുണ്ട്, ഐസ് തൊണ്ടയിൽ പിടിപ്പിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ചെറിയ ശമനം ഉണ്ടായെങ്കിലും പിന്നീട് വീണ്ടും ഛർദ്ദിച്ചെങ്കിലും അവിടെയുള്ള ആരും ഇവരെ തിരിഞ്ഞു നോക്കിയില്ല. അവിടുത്തെ സിസ്റ്റർ വരെ വളരെ ലാഘവത്തോടു കൂടി 1-2 ഇഞ്ചക്ഷൻ കൊടുക്കുകയൊക്കെ ചെയ്തല്ലാതെ ഡോക്ടർ വരാൻ വേണ്ടി അവർ കാത്തിരിക്കുന്നു. അവസാനം രാവിലെ ആയി അവർ നോക്കിയപ്പോൾ സ്വന്തം മരവിച്ച് തണുത്തുറഞ്ഞു കിടന്ന സൂരജിത്തിനെയാണ് അവർ കാണുന്നത്. പൊട്ടിപ്പോയി അവര്. അറിയാമല്ലോ, +1 പഠിക്കുന്ന ഒരു മകൻ ഇല്ല, തന്റെ മുന്നിൽ കിടന്നുകൊണ്ട് ആരും ചികിത്സിക്കാനില്ലാതെ, ആരും നോക്കാനില്ലാതെ, ഡോക്ടറുടെ അനാസ്ഥ മൂലം കൺമുമ്പിലിരുന്ന് മരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. വളരെ ആരോഗ്യവനായി വന്ന സൂരജിത്ത് ഒരു ചെറിയൊരു തൊണ്ടയിൽ വന്ന ഒരു ഇൻഫെക്ഷന് വേണ്ടി ചെറിയൊരു ഓപ്പറേഷൻ എന്ന് തുടങ്ങിയ ഓപ്പറേഷൻ തന്റെ മകന്റെ ജീവൻ എടുത്തുകൊണ്ട് പോയ കഥ, ആ ദയനീയമായ, ആരുടെയും കരളലിയിപ്പിക്കുന്ന ആ ദുഃഖകരമായ കഥ അമ്മയുടെ വായിൽ നിന്ന് നമുക്ക് കേൾക്കാം. എൻ്റെ മോൻ സൂരജിത്ത് കണ്ണാടിപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 പഠിക്കുന്ന മോനായിരുന്നു. അവന് തൊണ്ടക്ക് ടോൺസിലൈറ്റിസിൻ്റെ ഇൻഫെക്ഷൻ്റെ പ്രശ്നം കൊണ്ട് കണ്ണൂർ പ്രിയ ENT കെയറിൽ സർജറിക്ക് കൊണ്ടുപോയിരുന്നു. ഡോക്ടർ 17-ാം തീയതി ബുധനാഴ്ച അവനെ സർജറി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. പ്രിയ ENT കെയറിൽ സന്ദേശ് പ്രിയദർശനാണ് സർജറി ചെയ്തത്. ഒന്നും പേടിക്കാനില്ലെന്നും, ചെറിയൊരു സർജറിയാണ്, അത് രാവിലെ ചെയ്ത് ഉച്ചയാകുമ്പോൾ തിരിച്ചു പോകാമെന്നും എൻ്റെ മോന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അതിനൊരു ഫിറ്റ്നസിൻ്റെ എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് എല്ലാ ഇതും റെഡിയായത് ശേഷമാണ് എൻ്റെ മോന് സർജറി ചെയ്തത്. ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എൻ്റെ മോന്. 2 ദിവസം വരെ ഒരു പ്രശ്നവുമില്ല. പിന്നെ ശനിയാഴ്ച ആകുമ്പോൾ എൻ്റെ മോന് രാത്രി 12 മണിയായപ്പോൾ ചെറുങ്ങനെ ബ്ലഡ് വന്നു. ഡോക്ടറെ വിളിച്ച് സംസാരിച്ചു. ഡോക്ടർ പറഞ്ഞു തൊണ്ടയിൽ ഐസ് വെക്കാൻ വേണ്ടി പറഞ്ഞു. അതുപോലെ ചെയ്ത് അപ്പോൾ തന്നെ ബ്ലീഡിങ് നിൽക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നെ ഒരു പ്രശ്നവും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച രാത്രി 12 മണിയായപ്പോൾ അവന് ബ്ലഡ് വൊമിറ്റ് ചെയ്തു. അപ്പോൾ ഉടനെ ഡോക്ടർ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഫാത്തിമ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആവാം, 1/2 മണിക്കൂർ കൊണ്ട് നിങ്ങൾ അവിടെ എത്തണം. ഞാനും അവിടെ 1/2 മണിക്കൂർ കൊണ്ട് എത്തുന്നതാണ് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ എത്തി. ഫാത്തിമ ഹോസ്പിറ്റലിൽ വെച്ച് ഒബ്സർവേഷൻ റൂമിലേക്ക് നമ്മളെ കൊണ്ടുപോയി. അവിടെ വെച്ച് നമ്മൾ എത്തുമ്പോഴേക്കും ഡോക്ടർ എത്തി, സന്ദേശ് പ്രിയദർശൻ. അവരവിടുന്ന് പരിശോധിച്ചിട്ട് ഡോക്ടർ എൻ്റെ മോൻ്റെ ചുമലിൽ തട്ടിയിട്ട് പറഞ്ഞു, മോന് നീ ഫിറ്റ് തന്നെയാടാ എന്ന് വരെ പറഞ്ഞതാണ്. എന്നിട്ട് അവർ എൻ്റെ മോനോട് തൊണ്ടയിൽ ഐസ് വെള്ളം ഗാർഗിൾ ചെയ്തിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കിടക്കുക. പിന്നെ അവിടെ എത്തുന്നവരെ പിന്നെ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഡോക്ടർ പോയി കഴിഞ്ഞതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ഛർദ്ദിക്കാൻ തുടങ്ങി. എൻ്റെ മോൻ ബ്ലഡ് ഛർദ്ദിക്കാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടറോട് അവർ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത്, ഇത് പില്ലോ നെഞ്ചിൻ്റെ അടുക്ക വെച്ചിട്ട് അമർത്തിയിട്ട് കമന്നി കിടക്കാനാണ് പറഞ്ഞത്. അത് ഉള്ളിലുള്ള ബ്ലഡ് വയറിലേക്ക് എത്തിയ ബ്ലഡ് പുറത്തേക്ക് പോകുന്നതാണ്, അതുകൊണ്ടൊന്നും പേടിക്കാനില്ല എന്നും പറഞ്ഞു. പക്ഷേ ഇങ്ങനെ ഒരുപാട് ബ്ലഡ് ഇങ്ങനെ ഒരു ചെറിയ 2-3 ബേസിന് നിറയാണ് ബ്ലഡ് പോകുന്നുണ്ടായത്. അത് നമ്മൾ അവരെ പറഞ്ഞപ്പോൾ ഒരു സിസ്റ്ററും ഉണ്ടായിരുന്നു. ആ സിസ്റ്റർക്ക് ഒന്നും അറിയാത്തതുപോലെയാണ് അവർ പെരുമാറുന്നത്. ഇത്രയും ബ്ലഡ് പോകുന്നത് കണ്ടിട്ട് അവരിത് നോക്കി ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കുക ചെയ്തത്. നമ്മൾ ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞിട്ടോ പിടിച്ചിട്ടോ ഒന്നും അവർ വിളിച്ചിനോ ഒന്നും അറിയില്ല.
ഡോക്ടർ വന്നിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടുമില്ല, ഒന്നും ആയിട്ടുമില്ല. എൻ്റെ മോന് വേദന കൊണ്ട് പിന്നീട് വയറുവേദന കൊണ്ട് പൊളയാൻ തുടങ്ങി. അതും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അവർ പറഞ്ഞ് ഈ ചെയ്യുന്ന ഇഞ്ചക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും മരുന്ന് കൊടുക്കാനൊക്കെ പറ്റൂ എന്ന് പറഞ്ഞു. രാത്രി 12 മണി കഴിഞ്ഞ് 1 മണി 2 മണി എല്ലാം കഴിഞ്ഞ് എൻ്റെ മോന് 6 മണിയാവാനായപ്പോൾ എൻ്റെ മോന് വേദന കൊണ്ട് പടയാൻ തുടങ്ങി. അവർ 6 മണിയായപ്പോൾ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. ആ സിസ്റ്ററാണെങ്കിൽ ആരെയും വിളിക്കുന്നോ പിടിക്കുന്നോ ഒന്നുമില്ല. നമ്മൾ പറഞ്ഞു അങ്ങനെ ഉണ്ടാവും എന്നാണ് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞ് ഉള്ളിലുള്ള ബ്ലഡ് പുറത്ത് പോകാനാണ്. നമ്മൾ എന്ത് പറഞ്ഞിട്ടും അവർ ഡോക്ടർ ഒന്നും വന്നിട്ടുമില്ല, ഒന്നുമില്ല. 9 മണിയാകുമ്പോൾ ഡോക്ടർ തിരിച്ച് വരുന്നു പറഞ്ഞിട്ടാണ് തലേന്ന് പോയത്. എന്നിട്ട് നമ്മൾ 9 മണിയാവാൻ കാത്തു നിൽക്കുന്ന എൻ്റെ മോന് 6 മണിക്ക് ആകുമ്പോൾ പിന്നെ വയറുവേദനയ്ക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് വേദന മാറിയതിൻ്റെ ആശ്വാസത്തിൽ ഉറങ്ങുന്നതായിരിക്കുന്നു. പിന്നെ എൻ്റെ മോന് മയങ്ങിയ പോലെ കിടക്കുകയാണ് ചെയ്തത്. വേദനേൻ്റെ മരുന്ന് കൊടുത്ത ആശ്വാസത്തിൽ ഉറങ്ങുന്നതായിരിക്കും എന്ന് ഞങ്ങൾ കരുതി. ഞങ്ങൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിന്. മോനെ നോക്കിയപ്പോൾ ഡോക്ടർ ഇപ്പം വരുമല്ലോ എന്നുള്ള 9 മണിയാകുമ്പോൾ എത്തുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കാത്ത് നിൽക്കുന്നതാണ് നമ്മൾ. അപ്പോൾ 8:50 മോനെ വിളിച്ചിട്ട് ഡോക്ടർ വരുമ്പോൾ റെഡിയാക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് മോനെ വിളിക്കാൻ പോയി. നോക്കുമ്പോഴത്തേക്ക് എൻ്റെ മോൻ തണുത്ത് വിറച്ചിട്ടുണ്ടായി, തണുത്ത് മരവിച്ചതുപോലെ ഉണ്ടായി. അത് നമ്മൾ ഓടി സിസ്റ്റർ വിളിക്കാൻ വേണ്ടി ഓടിപ്പോയി. എൻ്റെ ഭർത്താവ് സിസ്റ്റർ വിളിക്കാൻ പോയി. അപ്പോഴത്തേക്ക് എൻ്റെ മോനെ തൊട്ട് നോക്കുമ്പോൾ എല്ലാം മരവിച്ച് എല്ലാം ഇതായി. അവരെല്ലാവരും കൂടി അത്ര സമയം വരാത്ത അവരെല്ലാവരും കൂടി എത്തി. എൻ്റെ മോന് പൾസ് നോക്കുന്നു, CPR കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അവിടെ തന്നെ എൻ്റെ മോൻ പോയി. എനിക്ക് അന്നേരം തന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ തൊട്ട് നോക്കുമ്പോൾ ഒന്നുമില്ല, ബ്രീത്തിങ്ങുമില്ല, പൾസും ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അവരൊരു പ്രഹസനം പോലെ അവനെ AKGയിലേക്ക് കൊണ്ടുപോയി. AKGയിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവിടുത്തെ ഡോക്ടർ എൻ്റെ മോൻ പോയി എന്ന് കൺഫേം ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫാത്തിമയിൽ വെച്ച് തന്നെ എൻ്റെ മോനില്ലാന്ന് നമുക്ക് ബോധ്യമായതാണ്. എൻ്റെ മോന് അവരെ ഒരൊറ്റ ഡോക്ടറി നേഴ്സിൻ്റെ ഒറ്റ അനാസ്ഥ കൊണ്ട് എൻ്റെ മോൻ ഇങ്ങനെ സംഭവിച്ചത്. ഇനി ഇത്രയും ആക്റ്റീവായതിന് എൻ്റെ മോൻ ജിമ്മിന് പോവേ, ഫുട്ബോൾ കളിക്കുക, എല്ലാം ചെയ്ത് നാട്ടിലും സ്കൂളിലും എല്ലാം എൻ്റെ മോൻ അത്രക്കൊരു നല്ല മോനേനു. എന്നിട്ട് എൻ്റെ മോനെ കൊല്ലുന്ന പോലെ ആക്കി കളഞ്ഞവർ. എൻ്റെ മോനെ കൊല്ലാൻ കൊണ്ടുപോയതുപോലെയാണ്. ആ കുറ്റബോധം പോലെയാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്. എനിക്ക് അത്രയും എൻ്റെ മോനും ഇനിയും ഇത് സംഭവിച്ചു. ഇനി ഒരു കുഞ്ഞിനും ഇങ്ങനെ ഒരു ഗതി വരെ ഒരു 10-17 വയസ്സ് വരെ എൻ്റെ മോനെ വളർത്തി ആക്കി. എന്നിട്ടിങ്ങനെ ഒരു അമ്മക്ക് സംഭവിക്കുമ്പോൾ ഒരു അമ്മേൻ്റെ വേദന അത് ആരെ പറഞ്ഞിട്ട് ബോധ്യപ്പെടുത്തേണ്ടതെന്ന് എനിക്കറിയില്ല. ഇന്നും എൻ്റെ മോനെ പോലത്തെ മക്കളെ കാണുമ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിപ്പോവേ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇത് ചെയ്ത അവർക്ക് ഇത് ബോധ്യമാകുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത്രയും കെയറില്ലാണ്ട് ഒരു കുട്ടീനെ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? എൻ്റെ മോൻ അത്രയും നല്ല മോന്. എൻ്റെ മോനെ എനിക്ക് എങ്ങനെയാ തിരിച്ചു കിട്ടും? ആ ഡോക്ടറെ ഒരൊറ്റ അനാസ്ഥ കൊണ്ട് മാത്രം സംഭവിച്ചതായിരുന്നു. എൻ്റെ മോന് നീതി കിട്ടുന്നവരെ നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകും. കേസോ ഇതുമായിട്ട് നമ്മൾ മുന്നോട്ട് തന്നെ കൊണ്ടുപോകും.